എന്ത് കാര്യമാണെങ്കിലും വേണ്ടില്ല, മുന്നറിയിപ്പില്ലാതെ വന്നാലൊരു അന്തം വീട്ടിൽ കണ്ടതാണല്ലോ, അതേപോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന് അറിഞ്ഞിട്ടില്ല. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെയും ഒന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ തന്നെയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതാ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചൂടപ്പം പോലത്തെ വീഡിയോസ് അല്ല, ഞാൻ ഇന്നലെ അല്ല മിഞ്ഞാന്നെടുത്ത വീഡിയോസാണ് കേട്ടത്. ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടിയതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മളെ ജോഗിങ്, ചായയും കടിയും, അങ്ങനത്തെ അടുക്കളത്തെ അല്ലറ ചില്ലറ പരിപാടികളും അതും ഇതൊക്കെ കഴിഞ്ഞേരെയാണ് ഇപ്പം ചായ കുടിക്കാനായിട്ട് വന്നിരുന്നത് കേട്ടോ. നമ്മൾ ചായയോടി ഇതാക്കണം ഒരു 8 മണിയോട് അടുപ്പിച്ചല്ലേ, 7:30 8 മണിയോട് അടുപ്പിച്ചാണ് നമ്മളെ ചായയോടി നടക്കുള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം പുഴയിലൊക്കെ പോയി മുങ്ങിയൊക്കെ കുളിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരുവിധം നേരമാവും. അങ്ങനെ ഇതാ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഒരുവിധമൊക്കെ പറഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഉണ്ണിമോക്ക് ക്ലാസ്സില്ല കേട്ടോ. ഓക്ക് ഇപ്പോൾ റിവിഷൻ തുടങ്ങിയത് കാരണം ഒന്നരാടം ഒരു ദിവസങ്ങൾ ഇടവിട്ടാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ഓൾ ഇവിടെ ഉണ്ട്, മറ്റോള് പോയിട്ടുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ആയ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഓള് പോയിട്ടുണ്ട്, നേരത്തെ കാലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഓലൊക്കെ നീക്കലും വിരലും പല്ലേക്കലും ചായ കുടിയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ചായക്ക് എന്താ കടി ചോദിച്ചാൽ പൂളയുണ്ട്. പൂളയും നല്ല കാന്താരിൻ്റെ ചമ്മന്തിയാണ്, നല്ല ഉഷാറും കട്ടൻ ചായയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ നിർത്തണം എന്ന് ആലോചിച്ച് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ആ ജോഗിങ് തുടങ്ങിയിട്ടുണ്ടോ ചായ കുടി നിർത്തണം എന്ന് ആലോചിക്കൽ. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ ഇപ്പോൾ ഏതായാലും കുടിക്കലില്ല, വെള്ളം കുടിച്ചാണ്ട് സെറ്റപ്പ് ആക്കലാണ്, അല്ലെങ്കിൽ ഒന്നും കുടിക്കലില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിൽക്കള്. ഏതായാലും നമ്മൾ അറിഞ്ഞ് തിരിച്ച്. അപ്പോൾ പണ്ടത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, അടിച്ച വഴി പോയിട്ടില്ലെങ്കിൽ പോയ വഴിയാണ്ട് അടിച്ചിട്ട് പോകുക എന്നുള്ളത്, അതേപോലെയാണ് കേട്ടോ. 18 പടി നോക്കിയിട്ടും ഇതൊന്നും ശരിയായി കിട്ടിയിട്ടില്ലേന്ന് ഇപ്പോഴാണ് ഇപ്പോൾ ട്രാക്കൊക്കെ വന്ന് കൂടിയത്. അപ്പം അങ്ങനെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ചായ കൂടി നമുക്ക് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. മധുരം കുറച്ചാൽ തന്നെ തടിയും വയറും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ ആരൊക്കെയാണ് ഓടുന്നുള്ളത് ഓലൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു ഇങ്ങനെ സ്റ്റൂളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ മടിയിൽ വന്നിരിക്കും നമ്മളെ വയറൊക്കെ അല്ലേ. കാരണം 1 2 3 പ്രസവിച്ചവരൊക്കെ ആണെങ്കിൽ കുറച്ച് തടി മണ്ണവരൊക്കെ ഇല്ലവരൊക്കെ ആണെങ്കിൽ സ്റ്റൂളുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ തൊടമ്പലേക്കാരം നമ്മളെ വയറുള്ളത്, അതിനും താങ്ങി പിടിച്ചാണ് നമ്മൾ ഇരിക്കണതില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണാടി നോക്കുമ്പോൾ സമാധാനമുണ്ട്. കുറച്ച് കുറഞ്ഞല്ലോ എന്ന് പറയത്തക്ക രീതിയിലായി കിട്ടിയാൽ മതിയെന്ന്. അതിന് മാത്രം വയറൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി ഉണ്ട് സ്ലിം ആയാലും ഒരു രസം ഉണ്ടാകുമല്ലോ. അപ്പോൾ പഴയ പോലത്തെ ഏതായാലും കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി കിട്ടൂല ഇത്. അപ്പോൾ എന്നാലും ഒരു സമാധാനം ഉണ്ടാകുമല്ലോ, കാണുമ്പോൾ കണ്ണാടി നിറഞ്ഞിങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിനാണ് കുറച്ച് ജോഗിങ്ങും കുറച്ച് മധുരം കുറക്കലും അങ്ങനത്തെ ആ ഒരു പരിപാടിയിലൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഒരു ഗ്ലാസ് ചായ മധുരം ഇട്ടാണ്ട് ബാക്കിയുള്ളതൊന്നും തിന്നൽ നിർത്തിയിരുന്നല്ല, കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇതാക്കള് ഞാൻ എന്താ പറയാൻ വിചാരിച്ച് ചോദിച്ചാൽ ഇതാണ്, നമ്മളെന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ പിന്നെ ആ ഒന്നും ബോൾ സ്റ്റോപ്പില്ലാത്തൊരു പറച്ചിലേക്കാരം. അപ്പോൾ ഞാൻ എന്താ പറയാൻ വിചാരിച്ച് നമ്മൾ ചായ കുടിക്കാട്ടോ. അപ്പോൾ ചായ പൂള അതേമാതിരി തന്നെ നല്ല കാന്താരിൻ്റെ ചമ്മന്തി നല്ല രസമുണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഇന്ന് എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ട് കേട്ടോ, എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം ഈ ഒരു മഴക്കാറിങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര മനസ്സിക്ക് ഒരു ഇടങ്ങാറട്ടയ്ക്ക് എന്തോ ഒരു കരച്ചിൽ വരുന്ന മട്ടയിലാവും. അങ്ങനെ ഉണ്ട്, പൊതുവെ അങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല വെയിലാണെങ്കിൽ തലക്കെട്ടി പറ്റൂല, വെയിലില്ലെങ്കിലോ ഒരു ശോകം മൂകം അങ്ങനെയാണ് ഒരു സാടുമോടാവും ഉണ്ടാവുക. അപ്പം എന്തിനും പറ്റൂലല്ലോ, അമ്പിനും വെല്ലിനും പറ്റാത്തൊരു പ്രകൃതമാണ് പിൻ്റെത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണുള്ളത്. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് വെക്കണ്ടല്ലോ. ഉണ്ണിമോക്ക് സ്കൂളുണ്ടാകുമ്പോഴാണ് നമ്മൾ നേരത്തെ കാലത്തെ ചോറും കാര്യങ്ങളൊക്കെ വെക്കുകയുള്ളൂ. ഓൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ 2 നേരത്തിനും കണ്ട് ഒറ്റ വെപ്പ വെക്കുകയുള്ളൂ കേട്ടോ. ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉച്ചക്കണ്ട് വെച്ചാൽ വൈകുന്നേരത്ത് ഒക്കെ കണ്ടിട്ട് ഒറ്റ വെപ്പണ്ട് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചോറും കാര്യമൊന്നും വെച്ചില്ല. അങ്ങനെ പൂളയും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇതാക്കണം ഇങ്ങനെ നടക്കാതെ പോയി. അതിൻ്റെ ഇടയിലാണ് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്മേൻ്റെയും കുട്ടീൻ്റെയും ഒരേപോലെ തന്നെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടിക്കണ പണിയാണത്. ഇത് ഇനി ഞായറാഴ്ച കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച് ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി മക്കളൊക്കെ നീച്ച് വല്ല പല്ലേപ്പും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 11 മണിയോട് കൂടിയാണ്ട് ചോറടുപ്പത്ത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ രാത്രിക്കൊക്കെ ഇല്ലല്ലോ. അപ്പോൾ ചോറ് കേടും വരരുത്. അപ്പോൾ ഇത്തിരി നേരം വൈകിയാലും വിട്ടാലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ ഇപ്പോൾ വിചാരിച്ചിങ്ങനെ നിന്നതാണ് ഞാൻ. അപ്പോൾ ഞാനിത് അടിക്കാൻ തുടങ്ങട്ടെ കേട്ടോ. കുറച്ച് അതിൻ്റെ മടക്കി ആ ഒരു നെറ്റ് കേട്ടോ, നെറ്റിൻ്റെ ആ ഒരു ശീലമുണ്ട്. പിന്നെ ഒരു സാരിയാണുള്ളത്, സാരിൻ്റെ മേലെ നെറ്റ് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അടിക്കുന്നത്. ഒന്ന് ഇതാക്കണം നമ്മൾ അനാർക്കലി മോഡൽ അംബർല സ്കേർട്ടിലാണ് അടിക്കുന്നത്. പിന്നെ ഒന്ന് സ്കേർട്ട് ആൻഡ് ടോപ്പിലാണ് കുട്ടിക്ക് അടിക്കുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ അത് അടിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. കുട്ടീനെ ഞാൻ അടിച്ചിട്ടില്ല, അമ്മേൻ്റെയാണ് ഇപ്പോൾ ഈ അടിച്ചുകൊണ്ട് നിൽക്കണതിൻ്റെ മടക്കി അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലുമാണല്ലോ ഒരു മൂഡ് വരിക. അപ്പോൾ ആ ഒരു മൂഡ് വന്ന നേരത്ത് ഞാൻ ഇതാകുന്ന ഇതുമ്പോൾ ഇരുന്നിട്ട് അടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര മടിയാവും, നമുക്ക് അടിക്കാനായിട്ട് നല്ല മടി വരലുണ്ട്. അപ്പോൾ ഞാൻ ആ മൂഡ് വന്ന നേരം നോക്കിയാണ് വേഗം അടിക്കട്ടെ, ആ എത്രത്തോളം ഇരിക്കാൻ കഴിയും അത്രത്തോളം എൻ്റെ ഇരിക്കട്ടെ, എന്നിട്ട് വേണം ചോറും കറിയും കാര്യങ്ങളൊക്കെ മൂപ്പര് ഉച്ചയ്ക്ക് ചോറ് ഞാൻ വരുമ്പോഴത്തേനുണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊരു മനസ്സിൽ ചിന്തിച്ചാണ് കേട്ടോ ഈ ഒരു പണികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കണേ. അപ്പോൾ ഈ ഒരു നേരം ഇതാക്കണം ഉണ്ണിമോള് നീച്ച് പല്ലൊക്കെ തേച്ച് ഇതാക്കണം അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ടി വി ഓടുന്നുണ്ടില്ല, അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ടി വി ആണല്ലാണ്, ഓള് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്, പബ്ലിക് തുടങ്ങിയിട്ടുണ്ട്, അതേമാതിരി തന്നെ മോഡലും തുടങ്ങിയിട്ടുണ്ട്, അതിനൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ബേജാറൊക്കെ ആക്കിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വർത്താനം ഇങ്ങനെ ഓരോ ഓളുണ്ടായാൽ പിന്നെ ഭയങ്കര വർത്താനം കേട്ടോ. ഓളെല്ലാതും ചെപ്പും ചമ്മലൊക്കെ നമ്മളോട് ഇരുന്ന് പറയും, അതാണ് പോളെ കൊണ്ടൊരു ഗുണം. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് മൂളുക എന്നാണ് എൻ്റെ ഒരു പരിപാടി. അതാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് മൂളൊക്കെ വരാതാവും കേട്ടോ. അപ്പോഴാണ് ഓൾ നിർത്തി പോലെ, പിന്നെ വേറെ ആരെവിടെയെങ്കിലുമൊക്കെ പറയും. അങ്ങനെയാണുള്ളത്. എല്ലാ കാര്യങ്ങളും പറയുന്നത് അകപ്പാടുള്ള ഒരാൾ ഓളാട്ടോ. കുറേ കാര്യങ്ങൾ പറയുമ്പോഴന്ന് സ്കൂളിൽ പോയത് തൊട്ട് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയത് വരെ എല്ലാ കാര്യങ്ങളും ചെക്കന്മാർ ചെറുത്തതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണെങ്കിലും ഒക്കെ വന്ന് പറയും. ഒന്നും മുട്ടും തട്ടൊന്നും ഇല്ലാതെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷീൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഇതിപ്പോൾ ഇത് സംഭവിച്ചിട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് പോരാണ്ടേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിച്ച മാർക്കൊന്നല്ലേ ഒരു കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഉണ്ടാവുക. നമ്മൾ ഒന്ന് വിചാരിച്ചും അതിൻ്റെ അപ്പുറം ഈ കാലം എന്തെങ്കിലുമൊക്കെ നമുക്ക് വരാനുള്ളത് വഴി തങ്ങൂല എന്ന് പറഞ്ഞ മാർക്കാണ്. അപ്പോൾ ഞാൻ മെഷീൻ അടിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് കേട്ടോ. ഞാനും പിന്നെ ആമിക്കുട്ടീനെ കൊണ്ടുവന്ന് ഓൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഓളും ഞാനും ഒരു രണ്ടാൾ കട്ടിലുമ്പോൾ കിടക്കുക. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ മെഷീൻ അടിച്ചുകൊണ്ട് ഇരിക്കുകയെന്ന്. കണ്ണൻ തന്നെ നീച്ചാണ് ചായ കുടിക്കുന്ന പരിപാടിയെന്ന്. അതിൽ പെട്ടെന്നാണ് നമ്മൾ ഫോൺ നോക്കിയിരിക്കുക കേട്ടോ. ഓള് മെസ്സേജൊക്കെ അയച്ച് ഫോണൊക്കെ പഠിക്കാനുള്ളതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓള് പറഞ്ഞത് ഈ തലകറങ്ങുന്നുണ്ട് എന്ന് പറയും. ഭയങ്കരമായിട്ട് തലകറക്കണ്ടായിരുന്നു. കട്ടിലുമ്പോൾ തന്നെ ആയോട് പിന്നെ എവിടെയും വീണില്ല കേട്ടോ. അപ്പം എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ മിക്കവാറും ഓള് വീണും തല എവിടെയൊക്കെ മുട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഏതായാലും തലയും കാര്യങ്ങളൊന്നും മുട്ടിയിലും അടക്കിയായിരുന്നതുകൊണ്ട് സമാധാനമുണ്ട്. പെട്ടെന്ന് ഇതാക്കണേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. പ്രഷറിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവും വിചാരിച്ചാണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് താങ്ങി പിടിച്ച് കൊണ്ടാണെങ്കിലും ഒന്ന് കണ്ണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് കുറച്ച് നേരം ഒന്ന് കാത്തു നോക്കി. പിന്നെ മൂപ്പരില്ലാതെ മക്കളെയൊന്നും ഞാൻ ആശുപത്രിക്ക് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. മൂപ്പര് വരലാണ്, മൂപ്പര് പണിക്ക് പോയതല്ലേ. അത് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തിയില്ല. പിന്നെ കണ്ണുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾ മൂന്നാളും കൂടി പോയി ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ BP കുറവാണ് എന്ന് പറഞ്ഞ്, നല്ല BP ലോ ആണ്, അതാണ് തലകറക്കം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതായാലും പിന്നെ ആശുപത്രിയിലെത്തിയപ്പോൾ നല്ല ഛർദ്ദിച്ചു കേട്ടോ. നല്ലപോലെ ഒന്ന് ഛർദ്ദിച്ചു. അപ്പോൾ അവിടെ ട്രിപ്പ് ഇട്ട് കടത്തിയതാട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച് മരിക്കേ അല്ല. പിന്നെ വന്നിട്ട് ഇവിടെ വന്നേരം പിന്നെ ട്രിപ്പ് ഇട്ടു, ചായയൊക്കെ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. ചെറിയൊരു തലകറക്കം അത് കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞേരെ വേഗം പോകുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 11 മണിക്ക് പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തണ ഒരു 3 മണി ആയിപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അമ്മോൻ്റെ വീട്ടിൽ നിന്ന് മൂപ്പർക്കില്ല ചോറ് ഇവിടെ കൊണ്ടുവന്നേക്കാൻ പറഞ്ഞെന്ന്. അങ്ങനെ മൂപ്പര് ചോറിന് ഉച്ചയ്ക്ക് തിരിച്ചു പോയി. പിന്നെ നമ്മുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞങ്ങൾ 2 ആളുണ്ടല്ലോ, മതിയല്ലോ. പിന്നെ ഞങ്ങളും തന്നെ കുറച്ച് ചോറ് വാങ്ങി പോന്നു കേട്ടോ. അവിടെ ഹോട്ടലിൽ കയറിയിട്ട് ചോറൊക്കെ വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ആണല്ലോ. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. ഇനി വന്നിട്ട് വെക്കലും വിളമ്പലും ഒക്കെ പാട് ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞങ്ങളും ചോറ് വാങ്ങി. ഓക്ക് പിന്നെ അമ്മോൻ്റെ അടുത്ത് നിന്ന് കഞ്ഞി വാങ്ങി കൊണ്ടുവന്നു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങനെയാണ് പോയിട്ടുണ്ട്. രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ അങ്ങനെ ആശുപത്രിയിലും പോയി. പെട്ടെന്നിട്ട് എന്താ സംഭവിക്കണമെന്ന് നമ്മൾക്ക് തന്നെ ഒരു അന്തം വിടലായിരുന്നു. പൊതുവെ ഈ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടും അച്ഛനും മക്കളും സൂചി കണ്ടാൽ പേടിക്കുന്ന ആൾക്കാരാട്ടോ. സൂക്കേടുണ്ടായാൽ പേടിക്കുന്ന ആൾക്കാരാണ്. കരച്ചിലും വേളിയും നിലവിളിയെന്നും പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ് അച്ഛനും മക്കളൊക്കെ. പിന്നെയും ധൈര്യം ഇതാക്കണം 3 പെറ്റോണ്ടാണെന്ന് അറിയില്ല. എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ട് കേട്ടോ. നമ്മളെ പ്രകൃതി പറയല്ല, അത് അങ്ങനെയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ധൈര്യമാണല്ലോ. ഒരാളെ താങ്ങി നിർത്തണമെങ്കിൽ ഒരാൾക്ക് ഒരു ചുമരുമാണല്ലോ. അതേപോലെയാണ് ഇപ്പം ഞാൻ. പിന്നെ ഇതാക്കണം സിസ്റ്ററിൽ നിന്ന് കുറേ ചീത്തയും കിട്ടിയിട്ട് ആ ഒരു നമ്മളെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് സൂചി വെക്കണമല്ലോ. അപ്പോൾ ഭയങ്കര ആർപ്പാണ്, അച്ഛനോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആർപ്പേന്നുള്ളു. അങ്ങനെ സിസ്റ്ററിൽ നിന്ന് ചീത്തയൊക്കെ കൊണ്ട് ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ കടന്നു. അതൊക്കെ ഭയങ്കര ഓൽക്കൊക്കെ അച്ഛനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പരിപാടി ഉണ്ടാകുക. എന്ത് സൂക്കടായാലും അച്ഛൻ വേണം, അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളെത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. പെൺകുട്ടികൾ അങ്ങനെയല്ലോ, അച്ഛൻ്റെ ആ ഒരു കുട്ടികളല്ലേ ഈ കാലം. അങ്ങനെ ഇതാക്കണേ. ഞാൻ എൻ്റെ പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഓൾക്ക് ഓളെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് ഓളപ്പോൾ ഒരു ഭാഗത്താക്കി, പിന്നെ ക്ഷീണത്തിലുള്ള മരുന്നും ഗുളികയും കൊടുത്തിട്ട് ഓളൊരു ഭാഗത്താക്കിയിട്ട് ഞാൻ എൻ്റെ പണിക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. കുറച്ചേ അടിച്ചിട്ടുള്ളതെന്ന്, ഇനി ബാക്കിയൊക്കെ അടിക്കാനുണ്ട്.
അപ്പം അങ്ങനെ ഇതിൻ്റെ ഫുള്ള് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ടാ കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം കുറേ വീഡിയോസ് എടുക്കണം, റെസിപ്പി കാണിച്ചു തരണം എന്നൊക്കെ ചിന്തിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അപ്പുറം വേറെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഏതായാലും ഇതാക്കണം അവിടെ കൊണ്ട് തീർന്നല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും നാളെ പറഞ്ഞേക്കണില്ല. തലകറക്കാണ്, എവിടെയെങ്കിലുമൊക്കെ വീണ് കിടന്നാൽ അറിയില്ലല്ലോ. അത് വിചാരിച്ചാണ് ഇപ്പം നാളെയും കൂടി ക്ലാസ് ലീവ് ആക്കാതെ പറഞ്ഞ് നിൽക്കണത്. പിന്നെ ഒരു പണി എടുക്കാതെയാണ് നമ്മൾ ആശുപത്രിയിൽ പോയത് കേട്ടോ. 11 മണിക്കാണ് പോയതല്ലേ. പിന്നെ തിരിച്ച് വരുന്ന 3 മണിക്ക് ഉച്ച കഴിഞ്ഞേരെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഒരു പണി എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ ആ ഒരു ചായ കുടിച്ചിട്ട് അച്ചൽക്കാണ് അവിടെ ഇട്ടതായിരുന്നു. പിന്നെ തയ്ക്കാനിരുന്നു, അതിൻ്റെ ഇടയിൽ തലകറക്കം, ആശുപത്രി. അപ്പോൾ അങ്ങനെ പിന്നെ ആ വീട്ടിലത്തെ പരിപാടികളൊക്കെ ഒരുക്കി ഞാൻ ചോറ് അടുപ്പത്തിട്ടു, കറി അടുപ്പത്തിട്ടു, ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇനി പോകാനുള്ളത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഇതാക്കണ വണ്ടി എടുത്ത് പോകണേ. മൂപ്പര് വന്ന് കഴിഞ്ഞേരം മൂപ്പര് ഞാനും കൂടിയാണ് കേട്ടോ പോണത്. കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ തയ്ക്കാനുള്ള ലൈനിങ്ങും കാര്യങ്ങളും ഞാൻ ഒരു ലൈനിങ് വാങ്ങാൻ പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു പൈസയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഉണ്ട് പറയണത്. പിന്നെ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങണം. പിന്നെ കുറേ കുഞ്ചലങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. അതൊക്കെ വാങ്ങാനായിട്ട് പോകുകയാണ്. അതിൽ പിന്നെ നമ്മൾ വടോർത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങണം എന്ന് കുറേ ആയി മൂപ്പര് പറയുന്നത്. നമ്മൾ പ്യൂരിഫയർ ഇല്ലേ അത്. അപ്പോൾ നമ്മളെ കുഴൽക്കിണറല്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമെങ്കിലും ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എടുക്കണം പോയതായിരുന്നു. പക്ഷെ അവിടെ ആളില്ല. അതിൽ പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കേണ്ടിയിരുന്നു. പിന്നെ കുറേ ഷോപ്പിംഗ് അറിയാനൊന്നുമില്ല. നമുക്ക് ഇതാക്കണം തയ്ച്ച് കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ചോക്ക്, എണ്ണ, നൂല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ ഫാൻസിയിൽ ഇതാ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഇവിടെ ഈ ഒരു ഫാൻസിയിൽ നല്ല തണുപ്പാണ്, AC ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പിൽ കുറച്ച് നേരം നിന്നു. ഏതായാലും നിന്നാലേ വിചാരിച്ചാണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ മാലയും വളയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പണ്ട് ചെറിയ കുട്ടികളായപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ മാലകളൊക്കെ വാങ്ങിയിട്ട് കൊടുത്ത്. ഇപ്പോൾ ഇതാക്കണ നൂല് വണ്ണല്ല മാലകളല്ല മക്കളിടുക. ഇങ്ങനത്തെ മാലകളൊന്നും കുട്ടികളിടൂലല്ലോ. പണ്ട് അംഗൻവാടിയിൽ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലെന്നില്ല മക്കൾക്ക് പല മാലകളിടുന്നത്. അപ്പോൾ ആഗസ്റ്റ് 15 വന്നാൽ ദേശീയപാതയുടെ ആ ഒരു കളറ്, വെള്ള, ഓറഞ്ച്, അതേപോലെ തന്നെ പച്ച എന്നില്ലൊക്കെ ആ ഒരു മാല ഇടും. അല്ലാതെ മുത്തുമാലകൾ ഇഷ്ടംപോലെ ഇടൂലേ. അപ്പോൾ ഇപ്പോഴൊന്നും മക്കൾക്ക് ഇതാക്കണം, മാലയും വേണ്ട, കമ്മലും വേണ്ട, അങ്ങനെയാണ് പോവുക ഈ സ്കൂൾക്ക്. വലിയ മടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്മക്കൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോകണമെങ്കിൽ വള, മാല, കമ്മൽ അതൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് പോവുക എന്ന് ആലോചിക്കുന്നതാണ്. പിന്നെ കുറേ കുപ്പി വളകളുണ്ട് കേട്ടോ. കുറച്ച് വില കുറവാണോ ചോദിച്ചാൽ തിരക്കേടൊന്നുമില്ല, ഇവിടെ വന്ന് വാങ്ങാം. അങ്ങനെ കുറേ ലേസുകൾ ഉണ്ടായിരുന്നു. അതിൽ പകുതിയും ലേസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വില ഉള്ളതൊക്കെ ഞാൻ കുറച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ മുതലാളിയാണ് ഇപ്പോൾ അവിടെ ഇരിക്കണത് കേട്ടോ. ഈ ഒരു കട ഒരു 3-4 വട്ടം എടുത്തതാണ്. അപ്പോൾ ഇന്നെ കൂട്ടി എടുക്കല്ലേ, കട ചെടുത്തോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. പിന്നെ അങ്ങനെ കേട്ടോ കൊക്കപ്പാടങ്ങനെ ഈ നമ്മൾ ഫാൻസിയിൽ കയറിയാൽ പിന്നെ പൈസ പോണത് അറിയേ ഇല്ലല്ലേ. നമ്മളങ്ങനെ എടുത്തുകൊണ്ട് കൂട്ടി നിൽക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അങ്ങനെ നോക്കിയതൊന്നുമില്ല. വീഡിയോക്ക് മാത്രം ശ്രദ്ധിച്ച് എന്നാൽ തന്നെ എന്തൊക്കെയോ വാങ്ങാൻ പൂതിയുണ്ടേന്ന് പകുതി അവിടെ വെച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പം പിന്നെ ഇവിടെ ആക്കിയാണ് മൂപ്പര് വണ്ടീൻ്റെ എന്തോ ചെറുതായിട്ടൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നന്നാക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാനിവിടെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്താണ്ട് ഒന്നും വാങ്ങാനൊന്നും ഇല്ലായിട്ടല്ല, കൊണ്ടുവന്ന പൈസ ഇവിടെ കളയണ്ടല്ലോ വെച്ചുകൊണ്ട് ഞാൻ വാങ്ങാതെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സമയം പോകുമല്ലോ, മൂപ്പര് വന്നിട്ട് വേണം പൈസ കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതപ്പോൾ ഇങ്ങനെ നിൽക്കണത്. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഇറങ്ങി നിന്നാൽ മതി. ഏതായാലും AC ഒക്കെ ഉണ്ടല്ലോ, ACയിൽ കുറച്ച് നേരം നിന്നോട്ടെ വെച്ചിട്ട് ഞാനും പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന്. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ സാധനം വാങ്ങാൻ വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓല അങ്ങനെ വിശദമായിട്ട് എടുക്കാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ പിന്നെ നമ്മളിതാക്കണ ഒരു ഷിഫ്റ്റ് നെറ്റ് വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു മിഡി അടിക്കാനുള്ളതാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസ് കയറി. അവിടെ നിന്ന് പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഷിഫ്റ്റ് നെറ്റ് വെച്ചിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. കാരണം ആദ്യമായിട്ട് എന്ത് അടിക്കുകയാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു കൗതുകം ഉണ്ടാവില്ല. ഇത് എങ്ങനെ വെക്കും യൂട്യൂബ് നോക്കി ഒരു 10-25 വീഡിയോസ് കണ്ടിട്ടാണ് പിന്നെ നമ്മൾ തുടങ്ങുള്ളത് എങ്ങനെ അടിക്കണം എന്നുള്ളത്. യൂട്യൂബില്ലെങ്കിൽ ഇതാക്കണ നമ്മളെ കുത്തപ്പാളെ എടുത്ത് നിന്നിട്ടോ. പിന്നെ ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കും എങ്ങനെയാണ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൊടുക്കുക എന്നുള്ളത്. എന്ത് കാര്യമായിട്ടോ, ഇനിയിപ്പോൾ വലിയ റെസിപ്പിയോ ഇപ്പോൾ സ്റ്റിച്ചിങ് ആണ് കൂടുതലായിട്ട് നോക്കണത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമാകുകയാണെങ്കിൽ ഇതാക്കണം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.